ഭൂമിയുടെ ചരിത്രത്തിൽ നിരവധി തവണ നടന്നിട്ടുള്ളതും ഇനി വീണ്ടും നടക്കാനിരിക്കുന്നതുമായ ചില സുവർണ നിമിഷങ്ങളെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. 4 യുഗങ്ങളടങ്ങിയ ഒരു കൽപ്പത്തിൽ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങൾ ആദ്യ യുഗമായ സത്യയുഗത്തിലാണ് അരങ്ങേറുന്നത്. സത്യയുഗത്തിലെ പ്രഥമ രാജകുമാരനായ ശ്രീകൃഷ്ണന്റെ ജനനത്തോടെയാണ് ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത്. സത്യയുഗത്തിൽ മാനവനിലെ സമ്പൂർണത ദേവരൂപത്തിൽ കാണപ്പെടുന്നു. സമസ്ത മാനവരും ദേവീദേവന്മാരായി വാഴുന്നു. സർവഗുണ സമ്പന്നരും സമ്പൂർണ്ണ നിർവികാരികളും 16 കലാ സമ്പൂർണരും മര്യാദാ പുരുഷോത്തമരും അഹിംസ പരമധർമ്മമായിട്ടുള്ളവരുമാണ് സത്യയുഗി ദേവീ ദേവന്മാർ. കള്ളവും കാപട്യവുമില്ലാത്ത മനസ്സും രോഗവും ദുരിതവുമില്ലാത്ത സുന്ദര ശരീരവും ദീർഘായുസ്സും ഭിന്നതകളില്ലാത്ത സമൂഹ ജീവിതവും, അങ്ങനെ എല്ലാം കൊണ്ടും സത്യയുഗം സ്വർഗം തന്നെയാണ്. ഇതാ സത്യയുഗത്തിൽ ആദ്യത്തെ പാവനകുമാരൻ പ്രപഞ്ചത്തിന്റെ പരമാധികാരം ഏറ്റെടുക്കുവാനായി ജന്മമെടുക്കുന്നു.
ശ്രീകൃഷ്ണൻ ദേവകുലോത്തമൻ, സമ്പൂർണ്ണ പുരുഷൻ, നിരവധി കൂട്ടുകാരുള്ള ഓമന കിടാവായി വളർന്ന് സർവരുടെയും ഹൃദയം കവരുന്ന കൊച്ചുകുമാരനാകുന്നു. പവിത്രമായ ദേവാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശാന്തമായ പ്രകൃതി സദാ വസന്തം നിലനിർത്തുന്നു. ക്രൂരമൃഗങ്ങളെന്ന് നാം വിളിക്കുന്ന സിംഹവും പുലിയുമെല്ലാം ഈ ദേവാങ്കണത്തിൽ മാൻകുട്ടികളോടൊപ്പം കളിക്കുന്നു. അങ്ങനെ നന്മയുടെ ഈ വൃന്ദാവനം പുതിയ രാജകുമാരന്റെ ഓരോ ദിവസവും മഹോത്സവങ്ങളായി ആഘോഷിക്കുന്നു. കാടുമേടും പൂത്തുലഞ്ഞു കളിത്തോഴിമാരും വന്നു കനകച്ചിലങ്ക കിലുങ്ങി. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. മൃദംഗം ഇരുതൊടി താളം തക്കിട തരികിട ധിമികിട മേളം നടനത്തിനരങ്ങൊരുങ്ങി. ഡക്കമൃദംഗം ഇരുതൊടി താളം തക്കിട തരികിട ധിമികിട മേളം നടനത്തിനരങ്ങൊരുങ്ങി. കണ്ണ വരിക നീ അണിഞ്ഞൊരുങ്ങി. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ചുവടു മറന്നതിന്റെ അടവു പിഴച്ചതിന്റെ ഇടയ്ക്കു നിൻ രാധ വന്നെന്നോ. ചുവടു മറന്നതിന്റെ അടവു പിഴച്ചതിന്റെ ഇടയ്ക്കു നിൻ രാധ വന്നെന്നോ. ആലിലക്കണ്ണ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. കളികൾക്കിടയിലും നീ കാതിലെന്തോ ചൊല്ലി ഗോപിക നാണം കൊണ്ടു പുളയുന്നല്ലോ. കളികൾക്കിടയിലും നീ കാതിലെന്തോ ചൊല്ലി ഗോപിക നാണം കൊണ്ടു പുളയുന്നല്ലോ. പിന്നെ നിന്നെ തന്നെ പുണരുന്നല്ലോ. ആലിലക്കണ്ണ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ.
പ്രകൃതിയും മുറഞ്ഞാടുന്നു. നടനവിലോലൻ കണ്ണൻ മതി മറന്നാടുമ്പോൾ പ്രകൃതിയും മുറഞ്ഞാടുന്നു. ആലിലക്കണ്ണാ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണാ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. വലം തിരിഞ്ഞു നീ വാരിപ്പുണർന്നാടിയിടുമ്പോൾ ഗോപികമാർ തുടിക്കുന്നല്ലോ. ഇടം വലം തിരിഞ്ഞു നീ വാരിപ്പുണർന്നാടിയിടുമ്പോൾ ഗോപികമാർ തുടിക്കുന്നല്ലോ. അവർ അടിമുടി തളിർക്കുന്നല്ലോ. ആലിലക്കണ്ണാ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണാ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. പൂനിലാവ് മറഞ്ഞിട്ടും കാടും മേടും ഉറങ്ങിയിട്ടും ഗോപികമാർ അറിഞ്ഞില്ലല്ലോ. പൂനിലാവ് മറഞ്ഞിട്ടും കാടും മേടും ഉറങ്ങിയിട്ടും ഗോപികമാർ അറിഞ്ഞില്ലല്ലോ. അവർ കണ്ണനോടും പറഞ്ഞില്ലല്ലോ. ആലിലക്കണ്ണാ വേഗം വായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. 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 ശ്രീകൃഷ്ണനോടൊപ്പം ശ്രീരാധ എന്ന കുമാരിയും സത്യയുഗ രാജധാനിയിൽ വളർന്നു വലുതായി. പവിത്രമായ സ്നേഹത്തിന്റെ കണ്ണിയിൽ കോർത്ത മുത്തുമാലകളെ പോലെ സമസ്ത ദേവീ ദേവന്മാരും നടനമാടുന്നു. ആ നടനത്തിന് അഴകേകാൻ സൂര്യചന്ദ്രന്മാർ ചൊരിയുന്ന പ്രകാശത്തെ വജ്രങ്ങളും രത്നങ്ങളും സപ്തവർണ്ണങ്ങളായി പ്രതിഫലിപ്പിക്കുന്നു. പൂമരങ്ങൾ പൂമഴ പെയ്ച്ച് സന്തോഷിച്ചു. പ്രകൃതിയും ആനന്ദ നടനത്തിൽ അലിഞ്ഞാടി. राधे गोविंद कृष्ण मुरारे. राधे गोविंद कृष्ण मुरारे. घनश्याम मुकुंद मुरारे. घनश्याम मुकुंद मुरारे. राधे गोविंद कृष्ण मुरारे. राधे गोविंद कृष्ण मुरारे. घनश्याम मुकुंद
ശ്രീകൃഷ്ണനും ശ്രീരാധയും സ്വയംവരത്തിനു ശേഷം ശ്രീ ലക്ഷ്മി നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതോടെ നവയുഗത്തിന്റെ സംവത്സരങ്ങൾ ആരംഭിക്കുന്നു. ഏകരാജ്യവും ഏകധർമ്മവും ഏകഭാഷയും ഏകാഭിപ്രായവും നിലനിൽക്കുന്ന സദ്ഭരണം കാഴ്ചവെക്കുവാൻ ശ്രീ ലക്ഷ്മീനാരായണപുരി ഒരുങ്ങുകയായി. വൈകുണ്ഠം, ബഹിഷത്ത്, പാരഡൈസ് എന്നീ പേരുകളിൽ വിളിക്കുന്ന ഈ സ്വർഗീയ സ്വരാജ്യം ആദിയിൽ ധരണിയിലുണ്ടായിരുന്നതും ഈ കലിയുഗരാത്രിക്കു ശേഷം വീണ്ടും പുലരുന്നതുമായ ദേവഭൂമിയാണ്. സുഖശാന്തിയും പവിത്രതയും സമൃദ്ധിയും നിറഞ്ഞൊഴുകുന്ന സാക്ഷാൽ രാമരാജ്യവും ഇതുതന്നെ. ആനന്ദനാരായണ ആനന്ദനാരായണ അമിതാനന്ദനാരായണ അമിതാനന്ദനാരായണ ആനന്ദനാരായണ
പവിത്രമായ ഈ രാജ്യം വിദൂരമല്ല. അധർമ്മത്തിന്റെ കാർമേഘങ്ങൾക്കിടയിൽ ധർമ്മസൂര്യൻ ഉദിക്കുവാനായി ഒരുങ്ങുകയാണിപ്പോൾ. അസത്യത്തിന്റെ രാത്രി മാഞ്ഞ് സത്യത്തിന്റെ പ്രഭാതം പുലരുവാൻ നിരവധി പാണ്ഡവ ഹൃദയങ്ങൾ ഭഗവാനോടൊപ്പം പ്രയത്നിക്കുകയാണ്. യോഗവും ജ്ഞാനവും പ്രപഞ്ചത്തിനേകുന്ന ശുദ്ധമായ പ്രകമ്പനങ്ങൾ ശ്രീകൃഷ്ണന്റെ ആഗമനത്തിന് കളമൊരുക്കുകയാണ്. മഹായോഗികളുടെ മനസ്സിന്റെ തരംഗങ്ങൾ പ്രകൃതിയെ ശുദ്ധീകരിച്ച് ശ്രീകൃഷ്ണനെ ഭൂമിയിലേക്ക് ആനയിച്ച് സത്യയുഗത്തെ വരവേൽക്കുവാനൊരുങ്ങുന്നു. സ്വപരിവർത്തനത്തിലൂടെ ഇങ്ങനെ വിശ്വപരിവർത്തനം നടക്കുന്നു.